ഇന്നലത്തെ ന്യൂസ് പേപ്പർ ആണോ വായിച്ചോണ്ടിരിക്കുന്നത്? ഇതാ ഇന്നത്തെ ന്യൂസ് പേപ്പർ. അത് ഞാൻ ഇന്നലത്തെ പേപ്പർ വായിച്ചില്ലായിരുന്നു. എനിക്ക് ഡെയിലി കറക്റ്റ് ആയിട്ട് വായിച്ചില്ലെങ്കിലേ അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. പിന്നെ നിങ്ങളെ പോലെ എപ്പോഴെങ്കിലും വായിക്കുന്നവർക്ക് ഏത് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പേപ്പർ വായിക്കുന്ന ആളാണെന്ന് സന്ധ്യനോട് ആരാ പറഞ്ഞേ? ഓരോ ദിവസത്തെയും പേപ്പർ കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലേ എനിക്ക് ഏത് പാതിരാത്രിയാണെങ്കിലും ഉറക്കം വരില്ല. ഞാൻ അതുകൊണ്ട് വായിച്ചേ കിടക്കാറുള്ളൂ. പിന്നെ ഞാനിതൊന്നും കല്യാണം കഴിഞ്ഞ ശേഷം കാണണമെന്നും അല്ല. ഞാൻ ജനിച്ച അന്ന് മുതലേ എന്റെ വീട്ടിൽ ഇംഗ്ലീഷ് പേപ്പർ വരുന്നതും വായിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ അങ്ങനെ. എന്റെ വീട്ടിലെ എന്റെ മുത്തശ്ശന്റെ കാലം തൊട്ടേ ടൈംസ് ഓഫ് ഇന്ത്യ വരുത്തിക്കൊണ്ടിരുന്നെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ആരും ഒരാൾ മുറ്റമടിക്കോ? രാവിലെ ഇത്രയും നേരം അടുക്കളയിലായതുകൊണ്ട് മുറ്റമടിക്കാൻ സമയം വൈകിപ്പോയി. അന്ന് അമ്മ ഇവിടെ ചൂല് വെക്കട്ടെ. അടിക്കുമ്പോ അവിടെയൊക്കെ ചേർത്തി അടിക്കണം കേട്ടോ മക്കളെ. പപ്പായിന്റെ ഇലയൊക്കെ വീട്ടിൽ നാശമായിരിക്കുന്നു. അമ്മ പാല് വാങ്ങിട്ട് വരാം അമ്മച്ചിന്റെ വീട്ടിൽ പോയിട്ട്. ഇട്ട് മോളെ. എനിക്ക് ഏട്ടന്റെ കുറച്ച് ഷർട്ട്സ് ഒക്കെ അയൺ ചെയ്ത് വെക്കാണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക്. പറഞ്ഞ നന്നായി. ഞാൻ ആ മെഷീനിലെ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്ക. അന്ന് വിരിച്ചിട്ടിട്ട് വരെ. ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. അമ്പടി കേമി എന്ന് വെച്ചിട്ട് ഈ വീട്ടിലെ മുറ്റം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വരാനാ? ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ എല്ലാ പണി എന്റെ തലയിലാവും. അതൊക്കെ അങ്ങനെ കിടക്കട്ടെ തൽക്കാലം.